Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണപുരം ചൈനാക്ലെ റെയിൽവേ ഗേറ്റിന് സമീപം സുരക്ഷാ ഭിത്തിയില്ല. വാഹന കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നു. അപകടം പതിവാകുമ്പോഴും പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം വ്യാപകം. പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിലെ കലശോത്സവത്തിന്റെ ഭാഗമായി പ്രസിദ്ധമായ മീനമൃത് ചടങ്ങ് ആയിരങ്ങളെ സാക്ഷി നിർത്തി നടന്നു. ആചാരപ്പെരുമയോടെ ഭഗവതിക്ക് ഭക്തിയുടെ മീനമൃത് സമർപ്പിച്ചു. കേരള വിഷന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. കേരള വിഷൻ ചെയർമാനായി പി സുരേഷ് കുമാറും മാനേജിംഗ് ഡയറക്ടറായി അനിൽ മംഗലത്തും ചുമതലയേറ്റു. 10 രൂപ നോട്ടിനെ 100 രൂപയാക്കി മാറ്റുന്ന മാന്ത്രികൻ. മനസ്സിലെ ചിന്തകൾ വായിക്കുന്ന മെന്റലിസത്തിന്റെ മായാജാല സ്പർശം. ആരെയും വിസ്മയിപ്പിക്കുന്ന മായാജാല പ്രകടനങ്ങളുമായി പിലാത്രയിലെ വിനേഷ് ജി അറത്തിൽ എന്ന ജാലവിദ്യക്കാരൻ. വാർത്തകൾ വിശദമായി. കണ്ണപുരം ചൈനാക്ലെ റെയിൽവേ ഗേറ്റിന് സമീപം സുരക്ഷാ ഭിത്തിയില്ല. വാഹന കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നു. അപകടം പതിവാകുമ്പോഴും പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. കണ്ണപുരം ചൈനാക്ലെ റോഡ് റെയിൽവേ ഗേറ്റ് അടച്ചാൽ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. റോഡിന് സമീപത്ത് കൂടി ചെറിയ തോട് കടന്നു പോകുന്നുണ്ട്. മഴക്കാലത്ത് ശക്തമായി വെള്ളമൊഴുകി പോകുന്ന ഈ തോടിനോട് ചേർന്നാണ് ചൈനാക്ലെ റോഡ് സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാർ ഏതു സമയവും അപകടത്തിൽപ്പെടാവുന്ന അവസ്ഥയാണ്. കാൽനട യാത്രക്കാർക്കാണ് ഇത് ഏറെ അപകട ഭീഷണി ഉയർത്തുന്നത്. ഗേറ്റ് അടച്ചാൽ വാഹനങ്ങൾ റോഡിൽ നിർത്തിയിടുമ്പോൾ ഇതിലൂടെ ജീവൻ പണയം വെച്ച് വേണം നടന്നു പോകാൻ. നിരവധി അപകടങ്ങൾ ഇവിടെ നേരത്തെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുവഴി കടന്നു പോവുകയായിരുന്ന ജീപ്പ് അപകടത്തിൽപ്പെട്ടിരുന്നു. സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ നടന്നു പോകുന്ന വഴിയിൽ യാതൊരു സുരക്ഷയും ഇല്ലാത്ത അവസ്ഥയാണ്. രാത്രിയിൽ ഇവിടെ വെളിച്ചക്കുറവുമുണ്ട്. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വണ്ടി 2 ഭാഗത്ത് വരുമ്പോൾ അത് ഭയങ്കര ഡേഞ്ചർ സ്ഥലമായത്. ഇതിപ്പോൾ സ്കൂളിൽ തുറന്നാൽ കുട്ടികളെ നടന്ന് വരുമ്പോൾ ഭയങ്കര ഇതാണ്. ഇപ്പോൾ 2 ദിവസമായാലും കാട് വായിക്കില്ല. കാട് വായിക്കില്ലെങ്കിൽ ആ സൈഡ് കാണൂല്ല. ഇപ്പോൾ ഒരാൾക്ക് ആ കാടെല്ലാം വായിക്കുകൊണ്ട് ഇപ്പോൾ സൈഡ് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അത് ഇതിനൊരു പരിഹാരം ഇപ്പോൾ വെച്ചാൽ സൈഡ് ഭിത്തി റോഡിൻ്റെ വേല കയറ്റി കെട്ടാനും കഴിയില്ല. റോഡിന് വേല കയറ്റി ഇത് കെട്ടുമ്പോൾ റോഡ് വീതി പറയും. ആ പോസ്റ്റിന് കണക്കായിട്ട് ആ സൈഡ് നമ്മളെ ചാനലിന് ആ ചാനലിന് കണക്കായിട്ട് ഇതിനൊക്കെ ഭിത്തി കെട്ടിയിട്ട് പൊന്തിച്ചിട്ട് ഇതാക്കണം. അപ്പോൾ സ്കൂളെല്ലാം തുറക്കുമ്പോൾ മഴയും പെയ്യുമ്പോൾ വലിയ പ്രശ്നമാണ് ഇവിടെ. നേരത്തെ ഇവിടെ കാട് മൂടിയ അവസ്ഥയായിരുന്നു. എന്നാൽ നാട്ടുകാർ ചേർന്ന് കാട് വൃത്തിയാക്കി അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ കയറു കെട്ടി വെച്ചിരിക്കുകയാണ് ഇവിടെ. സുരക്ഷാ മതിലൊരുക്കി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്ര കലശോത്സവത്തിന്റെ ഭാഗമായി പ്രസിദ്ധമായ മീനമൃത് ചടങ്ങ് ആയിരങ്ങളെ സാക്ഷി നിർത്തി നടന്നു. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ കവ്വായിപ്പുഴ നീന്തിക്കയറി ബാല്യക്കാർ. ആചാരപ്പെരുമയോടെ ഭഗവതിക്ക് ഭക്തിയുടെ മീനമൃത് സമർപ്പിച്ചു. പുലർച്ചെ 7:30 നാഴിക ബാക്കിയുള്ളപ്പോൾ ക്ഷേത്രമുറ്റത്ത് മുഴങ്ങിയ പെരുമ്പറ വരാനിരിക്കുന്ന വലിയൊരു ചടങ്ങിന്റെ വിളംബരമായി. ഉച്ചയോടെ 7 തവണ പെരുമ്പറ മുഴങ്ങിയതോടെ ബാല്യക്കാർ ക്ഷേത്രത്തിൽ ഇലഞ്ഞിമരച്ചുവട്ടിൽ ഒത്തുകൂടി.
കൈകളിൽ ചൂരൽവടിയും വലയുമായി ബാല്യക്കാർ തയ്യാറെടുത്തു. സ്ഥാനികർ ബാല്യക്കാരെ മഞ്ഞൾ കുറിയെറിഞ്ഞ് യാത്രയച്ചതോടെയാണ് മീനമൃത് യാത്രയ്ക്ക് തുടക്കമായത്. നട്ടുച്ച നേരത്തെ കഠിനമായ വെയിലിനെ അവഗണിച്ചായിരുന്നു ബാല്യക്കാരുടെ യാത്ര. നഗ്നപാതരായി 3 കിലോമീറ്ററിലധികം ദൂരം താണ്ടി ഇവർ കവ്വായിപ്പുഴയുടെ തീരത്തെത്തി. തുടർന്ന് പുഴ നീന്തിക്കടന്ന മടപ്പള്ളി താഴത്തെ മീനമൃത് കടവിൽ പ്രവേശിച്ചു. ദേവിക്ക് സമർപ്പിക്കാനുള്ള മത്സ്യത്തെ പിടിക്കാൻ കിലോമീറ്ററുകൾ താണ്ടുന്ന ബാല്യക്കാർക്ക് കരുത്താകുന്നത് അചഞ്ചലമായ വിശ്വാസം മാത്രമാണ്. ആചാരപ്രകാരം കൃത്യം 21 കോവ മത്സ്യങ്ങളെയാണ് പുഴയിൽ നിന്ന് പിടിക്കേണ്ടത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വിളിച്ചോതുന്ന ഈ ചടങ്ങ് പൂർത്തിയാക്കി ബാല്യക്കാർ തിരികെ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നു. ഈ ഉത്സവം ഇതൊരു ജലദുർഗയുടെ ഉത്സവമായിട്ടാണ് മാറ്റൊലികൊള്ളുന്നത്. ഈ മീനമൃത് ഉത്സവത്തിൻ്റെ നാൾവഴി എന്ന് പറഞ്ഞാൽ 5ാമത്തെ ദിവസം ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിൽ പയ്യന്നൂർ അഷ്ടമിച്ചാൽ ഭഗവതി ഊർബലി തമ്പുരാട്ടി തെയ്യം അടക്കമുള്ള തെയ്യങ്ങൾ ഇന്ന് രാത്രി 12 മണിയോട് കൂടിയിട്ട് അരങ്ങിലെത്തുകയാണ്. ഈ ഉത്സവത്തിൽ പിടിക്കുന്ന മീൻ ഇത് യഥാർത്ഥത്തിൽ ദേവിയുടെ ഉപാസനാമൂർത്തികളായിട്ടുള്ള ഭഗവതിമാർക്ക് ഹോമിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതിനായി ഇന്ന് സമുദായത്തിലെ മുഴുവൻ ആളുകളും ഈ കവ്വായിയുടെ തീരത്ത് വന്ന് കവ്വായി ഉൾക്കടൽ വന്ന് അതുപോലെ ഇതിൻ്റെ ആറിൽ വന്ന് കൊയ്തെടുക്കുന്ന മത്സ്യം ഭഗവതിക്ക് നേർച്ചയായി സമർപ്പിക്കുന്ന ഒരു വലിയ ഉത്സവമാണ് മീനമൃത് മഹോത്സവം. സന്ധ്യയോടെ മത്സ്യവുമായി എത്തുന്ന ബാല്യക്കാരെ വൻ ജനസഞ്ചയം ഭക്തിപൂർവ്വം സ്വീകരിക്കുന്നു. പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യങ്ങൾ ക്ഷേത്രനടയിൽ ദേവിക്ക് സമർപ്പിക്കുന്നു. തുടർന്ന് രാത്രിയിൽ തിരുവർക്കാട്ട് ഭഗവതിയുടെ തെയ്യക്കോലങ്ങൾക്കൊപ്പം കലശമെഴുന്നള്ളത്തും നടക്കുന്നതോടെയാണ് ചടങ്ങുകൾക്ക് പൂർണ്ണതയാവുക. ജ്വലിക്കുന്ന വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും നേർക്കാഴ്ചയായി മാറിയ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ മീനമൃത് ഇത്തവണയും ഭക്തമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവമായി മാറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ₹10 നോട്ടിനെ 100 രൂപയാക്കി മാറ്റുന്ന മാന്ത്രികൻ. മനസ്സിലെ ചിന്തകൾ വായിക്കുന്ന മെന്റലിസത്തിന്റെ മായാജാല സ്പർശം. ആരെയും വിസ്മയിപ്പിക്കുന്ന മായാജാല പ്രകടനങ്ങളുമായി പിലാത്രയിലെ വിനേഷ് ജി അറത്തിൽ എന്ന ജാലവിദ്യക്കാരൻ. എൻ്റെ കയ്യിലൊരു 10 രൂപയുണ്ട്. ഈ 10 രൂപ 100 രൂപയുടെ നോട്ടാക്കി മാറ്റണം. അത് ഏട്ടനാക്കി തരും. ഏട്ടാ, എനിക്കിതൊരു 100 രൂപയുടെ നോട്ടാക്കി തരണം. 10 രൂപ നിവർത്തിയിട്ട് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്തത് 10 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഓക്കെ, ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1, 2 and 3 സ്നാപ്പ് ചെയ്തിട്ട് അവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു കളർ ചേഞ്ച് ഫീൽ ചെയ്യും. ഒരു കളർ ചേഞ്ച് ഫീൽ ചെയ്യുമ്പോൾ ബാക്കി ഭാഗം കൂടി ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ
ഒരു പെർഫെക്റ്റ് 100. ഓക്കെ, ദിസ് ഈസ് ഫോർ യു. താങ്ക് യു. ഓക്കെ, ഇതാണ് നമ്മുടെ മാന്ത്രികൻ വിനേഷ് ജി അറത്തിൽ. ചേട്ടാ, എപ്പോഴാണ് ഈ ഒരു ക്ലാസ് ഒക്കെ പഠിക്കുന്നത്? എങ്ങനെയാ? ഞാനൊരു 22 വർഷമായിട്ട് മാജിക് ഫീൽഡിലുണ്ട്. ഷോസ് ഒക്കെ ചെയ്യാറുണ്ടോ? 22 വർഷമായിട്ട് ഷോ ചെയ്യുന്നുണ്ട്. മാജിക്, മെൻ്റലിസം, ക്ലോസപ്പ് മാജിക്, അങ്ങനെ എല്ലാ രീതിയിലുള്ള മാജിക് ഷോകൾ 22 വർഷമായിട്ട് ചെയ്യും. പലരും പറയും ഈ ഒരു മെൻ്റലിസം തട്ടിപ്പാണ്, മാജിക് തട്ടിപ്പാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കമൻസ് വരും. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? മാജിക്, മെൻ്റലിസം ഇതൊക്കെ മാജിക്കിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചു വന്നത്. അപ്പോൾ മാജിക് എന്ന് പറഞ്ഞത് തട്ടിപ്പിൻ്റെ കലയാണ്. ഞാനൊരു വായിച്ചിട്ടുള്ള ഒരു കാര്യം, സ്വപ്നം പോലെ മനോഹരമായ നുണ, സ്വപ്നം പോലെ മനോഹരമായ നുണ എന്നതാണ് ഇന്ദ്രജാലത്തിൻ്റെ ഏറ്റവും ലളിതമായ നിർവചനം. അപ്പോൾ തട്ടിപ്പ് തന്നെയാണ്, പക്ഷെ അത് നിങ്ങളെ ചതിക്കാനല്ല, രസിപ്പിക്കാനാണ്. എൻ്റർടൈൻമെൻറ്റാണ് മാജിക്കിൻ്റെ പർപ്പസ്. അതുപോലെ അവെയർനെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ മറ്റു പല കാര്യങ്ങൾക്കും എന്താ പറയുക, ജനങ്ങൾക്ക് ആവശ്യകരമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാജിക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് പുരസ്കാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചിട്ടുണ്ട്. ഞാൻ കേരള സംഗീത നാടക അക്കാദമിയുടെ അടക്കം 3 സംസ്ഥാന പുരസ്കാരങ്ങൾ സ്റ്റേജ് മാജിക്കിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ക്ലോസ് ഓഫ് മാജിക് എന്ന് പറയും, നമ്മളിപ്പോൾ കണ്ടതുപോലുള്ള സമീപ ജാലവിദ്യകൾ, അത്തരം വിഭാഗത്തിൽ കുറച്ചധികം സംസ്ഥാന പുരസ്കാരങ്ങളുണ്ട്. 2 നാഷണൽ അവാർഡുണ്ട്, ഒരു ഇൻ്റർനാഷണൽ അവാർഡ് കൂടി ക്ലോസ് ഓഫ് മാജിക്കിനുണ്ട്. ഓക്കെ, എന്തായാലും എൻ്റെ ക്രഷിനെ അടക്കം കണ്ടുപിടിച്ച ഒരു മാന്ത്രികനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. കേരള വിഷന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. കേരള വിഷൻ ചെയർമാനായി PP സുരേഷ് കുമാറും മാനേജിംഗ് ഡയറക്ടറായി അനിൽ മംഗലത്തും ചുമതലയേറ്റു. കേരളത്തിലെ 6000-ലേറെ സ്വതന്ത്ര കേബിൾ ഓപ്പറേറ്റർമാരെ ഒന്നിപ്പിച്ചുകൊണ്ട് 1996 കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചത്. ഈ കൂട്ടായ്മയുടെ ഫലമായി 2007 നിലവിൽ വന്ന കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് ഇന്ന് ഇന്ത്യയിലെ 4ാം നമ്പർ MSO എന്ന നേട്ടം സ്വന്തമാക്കി കഴിഞ്ഞു. 2016 കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ആരംഭിച്ചതോടെ കേരള വിഷൻ ഡിജിറ്റൽ യുഗത്തിലേക്ക് നീങ്ങി. ഇന്ത്യയിലെ 6ാമത്തെ വലിയ ബ്രോഡ്ബാൻഡ് ദാതാവും രാജ്യത്തെ 2ാമത്തെ വലിയ ഗ്രാമീണ FTTH ബ്രോഡ്ബാൻഡ് ദാതാവുമാണ് ഇന്ന് കേരള വിഷൻ. COA ഭവനിൽ നടന്ന ചടങ്ങിൽ മുൻ ചെയർമാൻ K. ഗോവിന്ദൻ, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനീഷ് PS, കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ രാജൻ KV, ജ്യോതികുമാർ VS, സുരേഷ് കുമാർ E എന്നിവരും മറ്റ് കേരള വിഷൻ ഡയറക്ടർമാരും COA സംസ്ഥാന ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് സംസ്ഥാനത്തെ ഹോട്ടലുകൾ അടച്ചിടേണ്ടി വന്നപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഡ്യൂട്ടിക്കെത്തിയവർക്ക് ഭക്ഷണം വിളമ്പി കുടുംബശ്രീ നേടിയത് 2 കോടിയിലധികം രൂപ. കണ്ണൂർ ജില്ലയിലാണ് കൂടുതൽ വരുമാനം നേടിയത്. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് സംസ്ഥാനത്തെ ഹോട്ടലുകൾ അടച്ചിടേണ്ടി വന്നപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് എത്തിച്ചേർന്നവർക്ക് ഭക്ഷണം വിളമ്പി കുടുംബശ്രീ നേടിയത് 2.44 കോടി രൂപ. പോളിംഗ് സ്റ്റേഷനുകളിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും കഫേ യൂണിറ്റുകൾ, അയൽക്കൂട്ടങ്ങൾ എന്നിവ വഴി ഭക്ഷണ വിതരണം നടത്തിയതാണ് മികച്ച വരുമാനം നേടിയത്. സംസ്ഥാനത്താകെ പ്രവർത്തിച്ച 11,272 പോളിംഗ് ബൂത്തുകളിലും 85 സ്വീകരണ കേന്ദ്രങ്ങളിലും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയവർക്ക് ഭക്ഷണം വിതരണം ചെയ്തിരുന്നു. കണ്ണൂർ ജില്ലയിലാണ് കൂടുതൽ വരുമാനം നേടിയത്. 51.9 ലക്ഷം രൂപയാണ് കണ്ണൂർ ജില്ലയിൽ നേടിയത്. തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്ത കേന്ദ്രങ്ങളിലും വോട്ടെടുപ്പ് കഴിഞ്ഞ് അവ തിരികെ വാങ്ങുന്ന കേന്ദ്രങ്ങളിലുമാണ് കഫേകൾ വഴി പ്രഭാത ഭക്ഷണം, ചായ, ലഘുഭക്ഷണം എന്നിവ നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM കോവൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചെറുതാഴത്തെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പട്ടോക്കാരൻ കുഞ്ഞിക്കണ്ണന്റെ 30ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പ്രഭാതബേരി സംഘടിപ്പിച്ചു. CPIM മാടായി ഏരിയ കമ്മിറ്റി അംഗം M. ശ്രീധരൻ പതാക ഉയർത്തി. ഏപ്രിൽ 22 സിന്ദാബാദ്. ഏപ്രിൽ 22 സിന്ദാബാദ്. സഖാവ് പട്ടോക്കാരൻ ദിനം സിന്ദാബാദ്. സഖാവ് പട്ടോക്കാരൻ ദിനം സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. CPIM കോവൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചെറുതാഴത്തെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പട്ടോക്കാരൻ കുഞ്ഞിക്കണ്ണന്റെ 30ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പ്രഭാതബേരി സംഘടിപ്പിച്ചു. CPIM മാടായി ഏരിയ കമ്മിറ്റി അംഗം M. ശ്രീധരൻ പതാക ഉയർത്തി. PP ബാലൻ മാസ്റ്റർ, V. രമേശൻ, K. മനോജ് എന്നിവർ സംസാരിച്ചു.
നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. നൃത്തമഞ്ജരി സ്കൂൾ ഓഫ് ഡാൻസ് കുഞ്ഞിമംഗലം മല്ലിയോട്ട പാലോട്ടുകാവിന് സമീപത്ത് പ്രവർത്തനം ആരംഭിച്ചു. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞിമംഗലം മല്ലിയോട്ട് പാലോട്ടുകാവിന് സമീപത്തായി നടന ചാരുതയുടെ ഭദ്രദീപം തെളിയിച്ച് നൃത്തമഞ്ജരി സ്കൂൾ ഓഫ് ഡാൻസ് പ്രവർത്തനം ആരംഭിച്ചു. ഷിജു മല്ലിയോടൻ ഭദ്രദീപം തെളിയിച്ചു. കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA എം വിജിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിഗ്രിയും PGയും MAയും പൂർത്തീകരിച്ച് നമ്മുടെ നാട്ടിൽ ഈ മല്ലിയോടിന് സമീപം തന്നെ ഒരു സ്വന്തമായ ഒരു നൃത്തവിദ്യാലയം നൃത്തമഞ്ജരി എന്ന പേരിൽ ഇവിടെ ആരംഭിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ നാട്ടിൽ നിന്ന് കല പ്രധാനപ്പെട്ട വിഷയമായി തിരഞ്ഞെടുത്ത് ഓരോരാളുടെയും അഭിരുചിക്കനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പുകൾ തൻ്റെ മേഖല അത് കലാമേഖലയാണ്, നൃത്തമാണ് എന്ന് തിരിച്ചറിയുകയും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനമായും ഈ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ശ്രീ സംസ്കൃത സർവകലാശാല, കാലടി സംസ്കൃത സർവകലാശാല യൂണിവേഴ്സിറ്റി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു അധ്യക്ഷനായി. നൃത്തമഞ്ജരി സ്കൂൾ ഓഫ് ഡാൻസ് ഡയറക്ടർ മഞ്ജുഷ ദിനേശൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV ദീപു, ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് സുകുമാരൻ PV, ഋതം കലാക്ഷേത്ര ഡയറക്ടർ മുത്തുരാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും ഭരതനാട്യത്തിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവും കരസ്ഥമാക്കിയ മഞ്ജുഷ ദിനേശിന്റെ ശിക്ഷണത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, സംഘനൃത്തം, സെമി ക്ലാസിക്കൽ എന്നിവയിൽ ക്ലാസുകൾ ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മികവുറ്റ രീതിയിൽ നടപ്പിലാക്കേണ്ടതിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയിൽ നേതൃയോഗം സംഘടിപ്പിച്ചു. രണ്ടാമതായിട്ടുള്ളത് ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിന് സ്കൂളുകളിൽ പ്രത്യേകമായിട്ടും പൊതുസ്ഥലങ്ങളിലും അതിന് വലിയ രീതിയിൽ നമുക്ക് ബാധിക്കാറുണ്ട്. ഇതിനെല്ലാം നമുക്ക് ഒരു വർഷം കൊണ്ട് ആകെ പരിഹരിക്കാൻ സാധിക്കുന്ന നിലയിൽ നമുക്ക് സംവിധാനങ്ങളില്ല. പക്ഷേ നമ്മൾ പരമാവധി മനുഷ്യവിഭവശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പയ്യന്നൂർ നഗരസഭയിലെ എല്ലാ വിഭാഗത്തിലെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, വികസനകാര്യ, ആരോഗ്യകാര്യ, ക്ഷേമകാര്യ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കൗൺസിലർമാർ, സെക്രട്ടറി, ക്ലീൻ സിറ്റി മാനേജർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നഗരസഭയിലെ ക്ലബ്ബ് പ്രതിനിധികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭ ശുചിത്വ അംബാസിഡർ ഉണ്ണിക്കാനായി സംസാരിച്ചു. മെയ് 10 മെഗാ ക്ലീനിംഗ് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പരിയാരം അമ്പേറ്റുകാവ് കിരാതേശ്വര ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ കലശ മഹോത്സവം ഏപ്രിൽ 23 സമാപിക്കും. വിവിധ പൂജാതി കർമ്മങ്ങളാണ് ദിവസവും ക്ഷേത്രത്തിൽ നടക്കുന്നത്. പരിയാരം അമ്പേറ്റുകാവ് കിരാതേശ്വര ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ കലശ മഹോത്സവം തുടങ്ങി. വിവിധ പൂജാതി കർമ്മങ്ങളാണ് ദിവസവും ക്ഷേത്രത്തിൽ നടക്കുന്നത്. തന്ത്രി നടുവത്ത് പുടവർ വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ബുധനാഴ്ച രാവിലെ മുതൽ ഗണപതി ഹോമം, മണ്ഡപത്തിൽ അഗ്നിജനനം, തത്വകലശപൂജ, കുംഭേശ കലശപൂജ, ബ്രഹ്മകലശപൂജ, വരികലശപൂജ തുടങ്ങിയ പൂജകൾ നടന്നു. 16-ാം തീയതി മുതൽ ആരംഭിച്ച് 23-ന് പ്രതിഷ്ഠ നടക്കുന്ന രീതിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. താന്ത്രിക കർമ്മങ്ങൾ 18 മുതൽ ഇങ്ങോട്ട് നടന്നു വരികയാണ്. വളരെ നല്ല രീതി നാട്ടുകാരുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു മഹനീയമായ മുഹൂർത്തമായിട്ടാണ് ഭക്തജനങ്ങൾ ഇതിനെ കാണുന്നത്. നാടിൻ്റെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും സമാധാനത്തിനും വേണ്ടി ഒരു ക്ഷേത്രമുണ്ടാവുക എന്നുള്ളത് ഏവരുടെയും മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നതും
ജനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും അധികം ഉതകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കിരാതേശ്വരൻ്റെ ബിംബം പ്രതിഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ ഗണപതി ഭഗവാന്റെ വിഗ്രഹവും വനദുർഗ ദേവിയും വനശാസ്താവിൻ്റെ വിഗ്രഹവും ഒക്കെ ഈ ക്ഷേത്രത്തിൻ്റെ അനുബന്ധമായി പ്രതിഷ്ഠിക്കുന്നുണ്ട്. അത് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഏപ്രിൽ 23 രാവിലെ 8:22 9 മണിക്കും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പിലാത്തറ വ്യാകുലമാത ഫൊറോന ദേവാലയ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി. ഇടവക വികാരി റവറന്റ് ഫാദർ തോംസൺ കൊറ്റിയത്ത് കൊടിയേറ്റം നടത്തി. പിലാത്തറ വ്യാകുലമാത ഫെറോന ദേവാലയത്തിൽ പരിശുദ്ധ വ്യാകുലാംബയുടെ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി. ഇടവക വികാരി ഫാദർ തോംസൺ കൊറ്റിയത്ത് കൊടിയേറ്റി. തുടർന്ന് ജപമാല, ആഘോഷമായ ദിവ്യബലി എന്നിവ നടന്നു. ഫാദർ സന്തോഷ് വില്യം കാർമ്മികത്വം വഹിച്ചു. ഏപ്രിൽ 22 മുതൽ 29 വരെ എല്ലാ ദിവസവും 5:30 ജപമാലയും ദിവ്യബലി അർപ്പണവും ഉണ്ടാകും. മെയ് 1 തിരുനാൾ ദിനത്തിൽ രാവിലെ 9:30 കണ്ണൂർ രൂപത സഹായമെത്രാൻ റവറന്റ് ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി പിതാവിന് സ്വീകരണം നൽകും. തുടർന്ന് തിരുനാൾ ദിവ്യബലി ഉണ്ടാകും. തിരുക്കർമ്മങ്ങൾക്കു ശേഷം നേർച്ച ഭക്ഷണം ഉണ്ടായിരിക്കും. മെയ് 2 കൊടിയിറക്കത്തോടെ തിരുനാളിന് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഏപ്രിൽ 22 അന്താരാഷ്ട്ര ഭൗമദിനം. ഭൂമിയുടെ സംരക്ഷണമാണ് ഭൗമദിനാചരണത്തിന്റെ ലക്ഷ്യം. നമ്മുടെ ശക്തി നമ്മുടെ ഗൃഹം എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. ഏപ്രിൽ 22 അന്താരാഷ്ട്ര മാതൃഭൗമദിനം. ഭൂമിയുടെ സംരക്ഷണമാണ് ഭൗമദിനാചരണത്തിന്റെ ലക്ഷ്യം. നമ്മുടെ ശക്തി നമ്മുടെ ഗൃഹം എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. 1970 ഏപ്രിൽ 22 അമേരിക്കൻ ഐക്യനാടുകളിലാണ് ആദ്യത്തെ ഭൗമദിനം ആചരിച്ചത്. വായുവിന്റെയും ജലത്തിന്റെയും മലിനീകരണം ഒട്ടേറെ ജീവിവംശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഗുരുതരമായ വിപത്തുകളാണെന്ന തിരിച്ചറിവിൽ പലരും എത്തിക്കഴിഞ്ഞു. ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും ഭൂമിയിലെ ചൂട് 4 ഡിഗ്രിയെങ്കിലും കൂടുമെന്നാണ് UN പഠന സംഘത്തിന്റെ മുന്നറിയിപ്പ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സ്വാമി ആനന്ദതീർത്ഥരുടെ ജീവിതം പ്രമേയമാക്കി R. ഉണ്ണിമാധവൻ എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച നോവൽ ചേയ കുളപ്പുറം വായനശാല ഗ്രന്ഥാലയം നാടകമായി അരങ്ങിൽ എത്തിക്കുന്നു. നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ കുളപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാന നായകനും ഗാന്ധിയനും ശ്രീനാരായണ ഗുരുവിന്റെ അന്തിമ ശിഷ്യനുമായ സ്വാമി ആനന്ദതീർത്ഥരുടെ ജീവിതം പ്രമേയമാക്കി R. ഉണ്ണിമാധവൻ എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച നോവൽ ചേയ കുളപ്പുറം വായനശാല ഗ്രന്ഥാലയം നാടകമായി അരങ്ങിലെത്തിക്കുന്നു. വായനശാലയുടെ 75ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇക്കാലത്തും പ്രസക്തമായ ചേയ അതേ പേരിൽ തന്നെയാണ് നാടകമാക്കുന്നത്. സുരേഷ് ബാബു ശ്രീസ്തയാണ് നാടകാവിഷ്കരണം നടത്തിയത്. ഡോക്ടർ സാംകുട്ടി പട്ടങ്കരിയാണ് സംവിധായകൻ. നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ കുളപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. M. ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. നാടക സംവിധായകൻ ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി, നോവലിസ്റ്റ് R. ഉണ്ണിമാധവൻ, മനോജ് കുമാർ, പ്രകാശൻ ചെങ്ങൽ, TV ഉണ്ണികൃഷ്ണൻ, സജിത്ത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാങ്കോൽ കല്ലൻചിറ റോഡിന്റെ 1ാം ഘട്ട സമർപ്പണം കല്ലൻചിറയിൽ നടന്നു. വലിയ ജനപ്രാതിനിധ്യത്തിലാണ് റോഡിന്റെ സമർപ്പണ കർമ്മം നടന്നത്. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മാണം മാതൃകയായി. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ താഴെക്കുറുന്തിൽ നിന്നും കല്ലൻചിറ വയലിലൂടെ പാപ്പാരട്ടയിലേക്ക് ജനകീയമായി വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് റോഡ് നിർമ്മാണം നടത്തിയത്. പഞ്ചായത്തിലെ 11, 14 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന റോഡ് നാട്ടുകാർക്ക് വലിയ അനുഗ്രഹമാണ്. കല്ലൻചിറ പ്രദേശത്ത് നടന്ന ചടങ്ങിൽ റോഡ് നാടിന് സമർപ്പിച്ചു. നാട്ടുകാരുടെ ഒരു കായികാധ്വാനം മാത്രം ചെലവഴിച്ച് ഈ കര തമ്മിൽ ബന്ധിപ്പിച്ച് റോഡിൻ്റെ ഫോർമേഷൻ വർക്കും നടത്താൻ വേണ്ടി കഴിയില്ല. അങ്ങനെല്ലാം ആയതുകൊണ്ടാണ് ദീർഘകാലമായിട്ട് മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളം നീന്തിക്കിടക്കേണ്ടുന്ന നിലയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കുറേ കൂടി ഗൗരവത്തോടെ ആലോചിച്ചതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇപ്പം ഇങ്ങനെ 2 കര ബന്ധിപ്പിക്കുന്നതിനുള്ള ഫോർമേഷൻ വർക്ക് ഏറ്റെടുക്കാൻ ആവശ്യമായ തുക മിനി EK ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അനസൂയ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സജേഷ് K, വൈസ് പ്രസിഡന്റ് NK ഗംഗാധരൻ മാസ്റ്റർ, P. ശശിധരൻ, KP കണ്ണൻ, P. ശ്രീലത, PV ചന്ദ്രൻ, PP സിദിൻ, ധനഞ്ജയൻ, K. രാധാകൃഷ്ണൻ, P. മോഹനൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
തൃക്കരിപ്പൂർ വൈക്കത്ത് മുത്തപ്പൻ മടപ്പുര പുനഃപ്രതിഷ്ഠാ തിരുവപ്പന മഹോത്സവം ഏപ്രിൽ 23 മുതൽ 27 വരെ നടക്കും. കണ്ണൂർ സനിൽ മടയന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഏപ്രിൽ 23 രാവിലെ 7:30 9:30 ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കുക. പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് മുന്നോടിയായി ഏപ്രിൽ 23 രാവിലെ 5 മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് തൃക്കരിപ്പൂർ വൈക്കത്ത് മുത്തപ്പൻ മടപ്പുര പുനഃപ്രതിഷ്ഠാ തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമാവുക. രാവിലെ 7:30 9:30 ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കുന്നത്. കണ്ണൂർ സനിൽ മടയൻ പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് പായസദാനമുണ്ടാകും. രാത്രി 7:30 കൃഷ്ണകുമാർ പള്ളിയത്തിന്റെ ശ്രീമുത്തപ്പൻ കഥാപ്രസംഗ ആവിഷ്കാരം അരങ്ങേറും. തുടർന്ന് കണ്ണൂർ ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ. 24 രാത്രി 7:30 വൈക്കത്ത് കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ നടക്കും. 25 വൈകിട്ട് 4 മണിക്ക് നടക്കാവിൽ നിന്നും വൈക്കത്തേക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര. രാത്രി 7:30 സിനിമാ പിന്നണി ഗായകൻ അഭിജിത്ത് കൊല്ലം നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ ലൈവ് അരങ്ങേറും. 26 വൈകിട്ട് 4 മണി മുതൽ വിവിധ കർമ്മങ്ങൾ. രാത്രി അന്നദാനം നടക്കും. ഏപ്രിൽ 27 പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടം. തുടർന്ന് പള്ളിവേട്ടയും ദൈവത്തെ മലകയറ്റലും നടക്കും. വാർത്താ സമ്മേളനത്തിൽ പാവൂർ രമേശൻ, വിത്തൻ രാജേഷ്, സുമേഷ് പാവൂർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം ഉത്സവത്തിനു ശേഷം ക്ഷേത്ര പരിസരത്ത് ശുചീകരണ പ്രവർത്തനം നടത്തി മാതൃകയാവുകയാണ് ചെറുകുന്ന കണ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ. കഴിഞ്ഞ 7 ദിവസങ്ങളായി ചെറുകുന്ന കതിരിവെക്കും തറ മുതൽ ക്ഷേത്ര ചിറവരെയുള്ള പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവൃത്തി നടത്തിവരുന്നു ഹരിതകർമ്മസേന അംഗങ്ങൾ. ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയവർ തിന്നും കുടിച്ചും വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളുമെല്ലാം റോഡിൽ കുമിഞ്ഞുകൂടിയ അവസ്ഥയിലായിരുന്നു. ഉത്സവച്ചന്തയിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചിതറിക്കിടക്കുന്നു. എന്നാൽ ഇതെല്ലാം അതിരാവിലെ എത്തി ശുചീകരിച്ച് മാതൃകയാവുകയായിരുന്നു ചെറുകുന്ന കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ. ജൈവ അജൈവ മാലിന്യങ്ങൾ പ്രത്യേകം ശേഖരിച്ച് സംസ്കരണ കേന്ദ്രങ്ങൾ എത്തിക്കുകയാണിവർ. ക്ഷേത്രത്തിന്റെ പരിസരവും അമ്പലച്ചിറയും അമ്പലം മുതൽ ചെറുകുന്ന തറ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും എല്ലാം ഇവരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തി നടന്നുവരുന്നു. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഇവരുടെ സജീവമായ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ചെറുകുന്ന കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും അംഗങ്ങളുടെയും ജീവനക്കാരുടെയും ആരോഗ്യവകുപ്പിന്റെയും ക്ഷേത്രം ആരോഗ്യ കമ്മിറ്റിയുടെയും ദേവസ്വത്തിന്റെയും നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് നല്ല രീതിയിലുള്ള വരുമാനം ലഭിക്കുന്നതിനാവശ്യമായ ഇടപെടൽ കൂടി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. കണ്ണപുരം പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയാണ്. എൻ്റെ പേര് അനിത. നമ്മൾ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയാൽ 7 ദിവസവും നമ്മൾ ഇവിടെ വന്ന് ശുചീകരിക്കലുണ്ട്. രാവിലെ 7 മണിക്ക് വന്നാൽ ഒരു 10 മണി വരെ രാവിലെ ക്ലീനാണ്. ഇപ്പം ഇന്ന് ഫുള്ളായിട്ട് നിൽക്കേണ്ടി വരും. കാരണം ഇന്ന് തീർന്ന ദിവസമായതുകൊണ്ട് ഒരുപാട് വൃത്തിയാക്കാനുണ്ട്. എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ 7 ദിവസം വന്ന് ക്ലീൻ ചെയ്യലുണ്ട്. നമ്മൾ പേപ്പർ വേറെ, പ്ലാസ്റ്റിക് വേറെ, അതുപോലെ വേറെ ഫുഡ് വേസ്റ്റ് എല്ലാം ഉണ്ട്. അതെല്ലാം വേർതിരിച്ചിട്ട് തന്നെ നമ്മൾ അത് എത്തിക്കുന്നുണ്ട്. മാലിന്യങ്ങൾ കൃത്യമായി ശേഖരിച്ച് സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിച്ച് നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കി പകർച്ചവ്യാധിയില്ലാത്ത ഒരു നാടാക്കി മാറ്റുന്നതിൽ ഹരിതകർമ്മസേന അംഗങ്ങളുടെ ഇടപെടൽ ഏറെ മാതൃകാപരമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണപുരം ചൈനാക്ലെ റെയിൽവേ ഗേറ്റിന് സമീപം സുരക്ഷാ ഭിത്തിയില്ല. വാഹന കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നു. അപകടം പതിവാകുമ്പോഴും പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം വ്യാപകം. പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിലെ കലശോത്സവത്തിന്റെ ഭാഗമായി പ്രസിദ്ധമായ മീനമൃത് ചടങ്ങ് ആയിരങ്ങളെ സാക്ഷി നിർത്തി നടന്നു. ആചാരപ്പെരുമയോടെ ഭഗവതിക്ക് ഭക്തിയുടെ മീനമൃത് സമർപ്പിച്ചു. കേരള വിഷന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. കേരള വിഷൻ ചെയർമാനായി PP സുരേഷ് കുമാറും മാനേജിംഗ് ഡയറക്ടറായി അനിൽ മംഗലത്തും ചുമതലയേറ്റു. ₹10 നോട്ടിനെ 100 രൂപയാക്കി മാറ്റുന്ന മാന്ത്രികൻ. മനസ്സിലെ ചിന്തകൾ വായിക്കുന്ന മെന്റലിസത്തിന്റെ മായാജാല സ്പർശം. ആരെയും വിസ്മയിപ്പിക്കുന്ന മായാജാല പ്രകടനങ്ങളുമായി പിലാത്രയിലെ വിനേഷ് ജി അറത്തിൽ എന്ന ജാലവിദ്യക്കാരൻ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.